അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ മഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവാണ് കേട്ടോ. ഇതും ഇന്നെ മുടി വാരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീനും എന്തൊക്കെയോ തെരയുന്നുണ്ട്. എൻ്റെ പണികളൊക്കെ തീർന്നു, ക്ലീനിങ്ങും പരിപാടിയും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നീനുള്ള ബാഗിൽ തകൃതിയായിട്ടുള്ള മേക്കപ്പ് സാധനം എന്തൊക്കെയോ തപ്പാണ് കേട്ടോ. അത് കാണുന്നില്ല, ഓളെ ബാഗിലാണ് വെച്ചതെന്നുണ്ടെങ്കിലും ഞാൻ തപ്പിയാലേ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ വീട്ടിലെത്തുമ്പോൾ ഇവിടെ എത്തിയാൽ പിന്നെ ഓളെ സാധനങ്ങളൊന്നും നോക്കിയാൽ കാണൂല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഓൾ തിരഞ്ഞിട്ട് കാണാഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കിട്ടി. അങ്ങനെയുള്ള അവിടെ മേക്കപ്പ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡും വാരി കൊടുക്കുന്നുണ്ട്, നമ്മൾ വേഗം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻസ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫിലിമിനൊക്കെ പോകാമെന്ന്. ഫിലിമിന് മാത്രമല്ല കേട്ടോ, ശരിക്കും ഞങ്ങൾ പോകുന്നത് നീനുവിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവളെ പിന്നെ വിറ്റാമിൻ്റെ കുറവുണ്ടായിരുന്നല്ലോ, അതിൻ്റെ 6 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നോമ്പ് പെരുന്നാൾ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു. ഇപ്പോൾ സമയം വൈകി. ഇന്ന് എന്തായാലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റിസൾട്ടൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ നമുക്ക് വാഴ 2 സിനിമയും കാണണം. ഏതായാലും മഞ്ചേരി പോകുന്ന സ്ഥിതിക്കും നമ്മളതും കാണാം. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ എന്നുകൊണ്ട് ഈ സിനിമ ഇറങ്ങിയ മുതലേ നല്ല റിവ്യൂസും കാര്യങ്ങളും കേട്ടപ്പോഴേ കാണാൻ കൊതിയാവണം കേട്ടോ. അവിടെ നിന്നാണെങ്കിലും മഞ്ചേരിയിൽ നിന്ന് എല്ലാവരും പോയി തുത്തു. പിന്നെ വെക്കേഷന് മഞ്ചേരിയിൽ ഉള്ളതുകൊണ്ട് ഓളും ഒലപ്പൊക്കെ പോയി. അന്ന് മുതൽക്കേ നമുക്ക് കാണാഞ്ഞിട്ട് സിനിമ കാണാഞ്ഞിട്ട് ഭയങ്കര എന്തോ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോളും ഇവിടെ ഉള്ള സമയത്ത് തന്നെ നീന് വരട്ടെ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ നീന് വന്ന് ഞങ്ങൾ ഇന്ന് മഞ്ചേരിക്ക് പോകാൻ നോക്കിയപ്പോൾ മോളും ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ. ഞാനും കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഓൻ വരുന്നുണ്ട് പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പം നമുക്കൊന്നും പിന്നെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഓള് പറഞ്ഞു അവിടുന്ന് ഓളോ ഹസ്ബൻഡ് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾ അവിടുന്ന് കണ്ടോളാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതും അവിടെ എന്തൊക്കെയോ തരുന്നുണ്ട് കേട്ടോ. ഓളെ ലിഫ്റ്റിക്കൊക്കെയാണ് ഓൾ തരുന്നത്. കാരണം ഐറൂസിൻ്റെ കയ്യിൽ ഐറൂസുള്ള സമയത്ത് ഓൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓനെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ അവിടുന്ന് എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കാണാനില്ല, കുറേ തപ്പി എന്നിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് പെരുന്നാൾക്ക് എന്തോ നീനൂട്ടി വാങ്ങി കൊടുത്തതായിരുന്നു ആ ലിപ്സ്റ്റിക്ക്. നല്ല ഓള് നീനൂട്ടിൻ്റെ പഴയ ലിപ്സ്റ്റിക്കൊക്കെ ആയിരുന്നു. ഇതും മുണ്ട് അപ്പത്തെ മക്കൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒന്നിനും കഴിയില്ലല്ലോ. അപ്പോൾ പഴയത് ഇടണ്ടല്ലോ, ഇനിയിപ്പോൾ ചിലപ്പോൾ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സാധനമാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്ക് പുതിയത് വാങ്ങി കൊടുത്തതായിരുന്നു നീനു. പക്ഷേ അതിപ്പോൾ കാണാനില്ല. എന്തായാലും പിന്നെ നീനുവിൻ്റെ ഏതോ ലിപ്സ്റ്റിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതായി ഞങ്ങൾ ഇറങ്ങുകയാണ്. നമുക്ക് കറക്റ്റ് സമയമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 11 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. സിനിമ 12:15 ഫിലിം. ഡോക്ടർ വരിക 2:30 to 4:30 ഡോക്ടർ ഉണ്ടാവുക. അപ്പോൾ നമുക്കൊക്കെ ഒരു ടൈം ഒരു കറക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം റെഡി ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നേരെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മലബാർ ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെയുള്ള ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കണം. കുറേ ആയി, 2-3 മാസമായി ഡോക്ടർ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. കാരണം എല്ലാത്തിൻ്റെയും കാൽഷ്യത്തിന് വേണ്ടി D3 ഉണ്ടല്ലോ, അതും പിന്നെ കാൽഷ്യം ഇതൊക്കെ എല്ലാത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അന്ന് നമ്മൾ ചെക്ക് ചെയ്തതാണ് ഒരു 5-6 മാസം മുമ്പ്. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഇനി ഗുളിക എഴുതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുളികയൊന്നുമില്ല. അപ്പോൾ ഇനി ഗുളിക എഴുതണമെന്നുണ്ടെങ്കിൽ മുപ്പർക്ക് പിന്നെ റിസൾട്ട് കാണിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നോമ്പ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നീണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം അവിടെ കൊടുത്തിട്ട് അപ്പോൾ അതൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് 1-1.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. എന്നാലേ അപ്പോഴേ കിട്ടുള്ളൂ. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഫിലിം കണ്ടുവരാം. കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് കാണിച്ചിട്ട് വീട്ടിലൊന്ന് കയറി പോകാം. ഇതാണ് ഇന്നത്തെ ഒരു പ്ലാന്. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് മലബാർ ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ 11 മണിക്ക് ഇവിടുന്ന് കറക്റ്റ് ഞങ്ങൾ അവിടെ എത്തുമ്പം 11:45 ഉണ്ട് മലബാർ ഹോസ്പിറ്റലിൽ ഇറങ്ങി. അവിടെ ബ്ലഡ് കൊടുത്തു. വേഗം തിരക്ക് കൂട്ടി ചെയ്തതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ബ്ലഡ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മഞ്ചേരി ഇന്ത്യൻ മാളിലെത്തി. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, സീറ്റില്ല. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ തന്നെ സീറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് മുൻഭാഗത്ത് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. കുറേ പിന്നെ കിട്ടാനുള്ള രാത്രി 11 മണിക്കൊക്കെ ഉള്ള സമയത്തുള്ള ഒരു കളിക്കൊക്കെ പിന്നെയും കിട്ടാനുണ്ട് കേട്ടോ ടിക്കറ്റ്. പക്ഷേ 8 മണിക്കൊന്നും തീരെ ഇല്ല, ടിക്കറ്റേ ഇല്ല, ഒഴിവേ ഇല്ല സീറ്റ്. ഇതിപ്പോൾ നോക്കി 12:15 ഒരു മുൻഭാഗത്ത് 2 സീറ്റുകളിൽ ഞങ്ങൾ നേരെ ഫ്രണ്ടിലല്ല, അതിൻ്റെ നേരെ ബാക്കിലുള്ള സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ വേഗം ബുക്ക് ചെയ്തിട്ടിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങളതാ അവിടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്തി. വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു. വണ്ടിയെ ഒരു സേഫായിട്ട് നല്ല സ്ഥലത്ത് നിർത്തി ഓനെ റെഡിയാക്കിയാലേ എൻ്റെ കെട്ടിയോന് പിന്നെ ഉണ്ടാണ്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ഞങ്ങൾ കാത്തിങ്ങ് നിൽക്കണം. മൂപ്പരങ്ങോട്ട് ഇറങ്ങണില്ല. വണ്ടി എവിടെയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി അതിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മൂപ്പര അവിടെ നിന്ന് അങ്ങോട്ട് പോരുള്ളൂ. അതുണ്ടോ അപ്പുറത്ത് വേറെ വണ്ടി വരാൻ തട്ടുമോ, ഇങ്ങനെ ആവോ അങ്ങനെ ആവോ എന്നൊക്കെ നോക്കിയിട്ടാണ്
വരുന്നത്. ഞങ്ങൾ എന്തായാലും വേഗം മുന്നോട്ട് ഇങ്ങനെ നടന്ന് ലിഫ്റ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും എന്താ B2 കിട്ടിയത് കേട്ടോ. ബേസ്മെൻറ്റ് ഏറ്റവും താഴെയാണ് വണ്ടി പാർക്കിംഗ് കിട്ടിയത്. കാരണം അപ്പോഴേക്കും മുകളിലൊക്കെ ഫുള്ളായിട്ടുണ്ടാവുമല്ലോ, കാരണം സിനിമ കാണാൻ അത്രയും തിരക്കാണല്ലോ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി നേരെ അതാ അവിടെ മുകളിലെത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ സിനിമ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ടിക്കറ്റിൻ്റെ ആ ഒരു ലിങ്ക് ഓളേക്ക് നീനുൻ്റെക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീനു വേഗം പോയിട്ട് അത് അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ അത് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് ടിക്കറ്റും കിട്ടും. കാരണം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നവർ തന്നെയാണ് കൂടുതൽ ആൾക്കാരും. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ഫിലിമാണ്. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. അങ്ങനെ കണ്ടവരെല്ലാവരും ഒരുപോലെ അടിപൊളിയാണെന്ന് പറയുന്ന ഒരു ഫിലിമാണ് അല്ലേ. അപ്പം ഒക്കെ ഒരു എന്താ പറയുക, ഈ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നത് ഒരു എന്താ പറയുക, കോളേജിലും ഒക്കെ പഠിക്കുന്ന ചെക്കന്മാരൊക്കെ കൂടെ, അങ്ങനെ ഗേൾസും ഒക്കെ വേറെ അങ്ങനെ ഒന്നായിട്ട് വന്ന ഒരു ടീമായിരുന്നു കേട്ടോ. കാരണം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടേ ഫാമിലി അല്ലായിരുന്നു കൂടുതലും, ഇങ്ങനെ ഒന്നായിട്ട് ഫ്രണ്ട്സുകളൊന്നായിട്ട് വന്നതായിരുന്നു. അങ്ങനെ പിന്നെ അറിയാമല്ലോ, എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേശ്ശെ വാങ്ങി പിന്നെ ഒരു കോഫി വാങ്ങിയിട്ട് കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോഴും സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കോഫി കുടിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. കാരണം നല്ല അടിപൊളി കോഫി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നാല് തലക്കിൽ ഇരുന്നിട്ടാണ് കോഫി കുടിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു കോൺസിൻ്റെ ചിപ്സ്, പിന്നെ ഇതാ ഈ ഒരു എന്താ പറയുക പൂളൻ്റെ ചിപ്സ്, ഇതൊക്കെ എല്ലാവരും ഓരോന്നൊക്കെ വാങ്ങി പോന്നു. അപ്പോൾ നീനുൻ്റെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോക്കിന് എല്ലാവരും ഇങ്ങനെ കയറണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി. അപ്പോൾ ഇതിന് വേഗം ഉള്ളിലേക്ക് കയറിട്ടോ. ഞാൻ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇതുമ്മൂൻ്റെ ചായ ഓളെ മേത്തേക്ക് കുറച്ച് ചിന്തി, അങ്ങനെ നോക്ക് ഓളെ മേത്ത് ഡ്രസ്സൊക്കെ ചിന്തിയിട്ട് പള്ളമ്മല ചെറുതായിട്ടൊരു ചൂടായി. അതാണ് ഓളിങ്ങനെ ഒരു സങ്കടത്തിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ഇതാക്കിയത്. അങ്ങനെ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം സിനിമയിലേക്ക് അങ്ങോട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. അടിപൊളി മൂവിയാണെന്ന് പറഞ്ഞാൽ നമുക്കധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിച്ച് കുത്തി മറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫുള്ളും കരഞ്ഞ് കുത്തിമറിയായിരുന്നു. അതുകൊണ്ട് രണ്ട് സമയത്തും നമുക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നേരെ ഞങ്ങൾ ബാത്റൂം വന്നു. നീനും ബാത്റൂമൊക്കെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമൂന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉള്ള ഡ്രസ്സൊക്കെ കുറച്ച് ചായ ചിന്തിയിട്ട് അതിൻ്റെ ഡ്രസ്സുമേൽ അതിൻ്റെ പണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ ബാത്റൂം പോയത് കേട്ടോ. അപ്പോൾ ഈ ഫിലിം കണ്ടാൽ എനിക്ക് എന്താ പറയുക, എന്തായാലും പറയാതിരിക്കുക. കാരണം നമുക്ക് 3 മക്കളൊക്കെ ഉള്ള ഒരു ഉമ്മയാണെന്നുള്ള നിലയിൽ എനിക്ക് ഈ ഫിലിം എല്ലാ കുട്ടികൾക്ക് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓൽക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യൂടോ. ഈ ഒന്നാമത് ആൺകുട്ടികളൊക്കെ ആകുമ്പം ഈ മയക്കുമരുന്ന് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടല്ലോ, ആ ഒരു ഫിലിമിൽ അതൊക്കെ ഉപയോഗിക്കാൻ ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് പോണത്, അപ്പോൾ നമ്മളത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാതെ നിൽക്കാൻ എന്തൊക്കെ ചെയ്യണം, നമ്മൾ അതിൽ അഡിക്റ്റ് ആവാതെക്കാൻ എന്നൊക്കെയുള്ള ഒരുപാട് മെസ്സേജുകളുണ്ട്. അതുപോലെ തന്നെ പാരൻസിനും ഉണ്ട്. പാരൻസ് എന്നുള്ള നിലയിൽ, ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് കേട്ടോ. കാരണം നമ്മളെ മക്കളെ എങ്ങനെ, അതായത് ഓല് ചെറിയ മക്കളാണ്, നമ്മളെ കുട്ടികളാണ്, എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒരു പറ്റിക്കഴിഞ്ഞാൽ നമ്മളവർക്ക് ആദ്യം ക്ഷമിച്ച് കൊടുക്കണം അല്ലേ. അത് നമ്മൾ ക്ഷമിച്ച് നമ്മൾ നല്ല രീതിയിൽ അവരെ എന്താ പറയുക, അവരൊപ്പം നിന്നാലേ നമ്മളൊപ്പം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വേഗം 1 അടിക്ക് 2 അടിക്ക് നല്ല ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കച്ചറ ഉണ്ടാക്കി ഓലെ വെറുതെ ഇടങ്ങേറാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓല് ചെറിയ മക്കളാണ്, ആ പ്രായത്തിലുണ്ടാവുന്ന എല്ലാ കുരുത്തക്കേടുകളും ഓല് ചെയ്യുമ്പോൾ നമ്മൾ അത് ക്ഷമിച്ച് അത് നല്ലത് പറഞ്ഞു കൊടുത്ത് നമ്മളൊപ്പം നിർത്തിയാലേ നമ്മളെപ്പോലെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് നമുക്കും കിട്ടും, മക്കൾക്കും കിട്ടും. അതായത് നമ്മൾ പേരൻസ് നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്, പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ എങ്ങനെ ഒരു ഇത് ആവണം എന്നൊക്കെയുള്ള അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന എല്ലാവർക്കും ഉള്ള ഒരുപാട് മെസ്സേജസ് അതിലുണ്ട്. പിന്നെ അതേമാതിരി ടീച്ചേഴ്സ് എങ്ങനെ നിൽക്കണം, പിന്നെ മക്കളോട് എങ്ങനെ പെരുമാറണം. ആ ടീച്ചേഴ്സിനെയൊക്കെ അതിലുള്ളൊരു മാഷയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂൾ കാലമൊക്കെ ഓർത്തു പോയിട്ടു. അങ്ങനത്തെ എനിക്കുണ്ടായിരുന്നു അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ. അപ്പം കാണാതെ ഞാൻ ഒരുപാട് പറഞ്ഞ് കൊള്ളാക്കുന്നില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും മക്കളെയും കൊണ്ടുപോയി ഒരുമിച്ച് ഫാമിലി ആയിട്ട് കണ്ടിട്ട് എന്തായാലും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ
ഇത് പറഞ്ഞ് കട കയറിപ്പോയി. അങ്ങനെ കാരണം ഭയങ്കര ഫീലായ ഒരു ഫിലിമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നേരെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് നമ്മൾ ബ്ലഡ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ പോയി. അപ്പോൾ 2 അടി തൊട്ടാണ് ഡോക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇല്ല. ഡോക്ടർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ലീവാണെന്ന്, എന്തോ അർജൻറ്റ് എന്തോ കാര്യമുണ്ട്, അപ്പോൾ മൂപ്പർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിസൾട്ട് വാങ്ങി പോന്നു. ഇനിയിപ്പോൾ റിസൾട്ട് വേറൊരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പിന്നെ ഒന്നിനും നിൽക്കാൻ ഞങ്ങൾ അവിടുന്ന് റിസൾട്ട് വാങ്ങിയിട്ട് അപ്പം തന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡും കഴിച്ചിട്ടാണല്ലോ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നീനുവിന് വാരി കൊടുക്കുന്ന പ്ലേറ്റിൽ തന്നെയാണ് ഞാനും എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ചോറും കറിയും ബീഫും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എൻ്റെ ഹസ്ബൻഡും കഴിച്ചു. പിന്നെ ഞാൻ നീനുവിനെയും വാരി കൊടുത്തുകൊണ്ട് ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടാളൊന്നുമല്ല, ഞാൻ ഉമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ തുത്തുവിൻ്റെ ഫ്രണ്ട്, ഒരു എന്താ പറയുക നെയ്ബർ ഫ്രണ്ട്, അതായത് ഞങ്ങൾ മേലാക്കം പഴയ വീട്ടിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ മഞ്ചേരിനെ മേലാക്കത്ത് ആദ്യത്തെ വീടുണ്ട്, അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, സ്കൂളിൽ പഠിക്കാൻ ഒപ്പം പോയിട്ടുണ്ടായിരുന്ന, മദ്രസക്കൊക്കെ ഒപ്പം പോയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അതാണ് ഓളെ ആ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അവൾ ഇപ്പോഴും ഭയങ്കര കണക്ഷനാണ്, എനിക്കുണ്ട് അങ്ങനത്തെ ഫ്രണ്ട്സ്. അവരായിട്ട് ഇപ്പോഴും എനിക്ക് കോൺടാക്റ്റും കാര്യങ്ങളുണ്ട്. അതേപോലെ തുത്തൂരിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓളെ കോൺടാക്ട് ചെയ്യണം, ഓളെ വിളിക്കണ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെ പെരുന്നാൾക്ക് ഓളും വീട്ടിലെത്തിയിട്ട് പറഞ്ഞപ്പോൾ തുത്തും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓളാണെങ്കിൽ നമ്മളെ സ്ഥിരം എന്താ പറയുക വീഡിയോ കാണുന്ന ആളാണ്, എല്ലാ വീഡിയോയും കാണാറുണ്ട്, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്തുണ്ടെങ്കിലും ഓള് നമുക്ക് എന്തെങ്കിലും വീഡിയോയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓള് വിളിച്ച് പറയട്ടെ. അങ്ങനെ ഓള് സംസാരം എനിക്കും ഓളെ നല്ലോണം അറിയാം. അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓളെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഓല് തിരിച്ചു പോയി. ആ പോയതിൻ്റെ ശേഷം ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുത്തു. ഈ ഒരു ഡ്രസ്സ് ഞാൻ തുത്തുവിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അപ്പം ഓക്കെ ഞാൻ കൊണ്ടേ കൊടുത്തതാട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒക്കെ പറ്റിയിട്ടില്ലേന്ന്, ഇതെന്താ അത് ഡ്രസ്സല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇട്ടപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാനത് എനിക്ക് യൂട്യൂബിൽ ഇടണ്ടേ, അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണം. വൈകുന്നേരം ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്ന അഭിപ്രായം പറയണം. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ഈ മോഡൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് ഓളെ ഫ്രണ്ട് വന്നപ്പം, തുത്തുവിൻ്റെ ഫ്രണ്ട് വന്നപ്പം കുറച്ച് ലേസും ജ്യൂസും കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോഴാണ് ഞങ്ങൾ ആ കവർ അവിടെ കണ്ടത് കേട്ടോ. അങ്ങനെ അത് വേഗം എല്ലാവരും ഒരുമിച്ചിരുന്ന് പൊട്ടിച്ച് ഒരു കഴിക്കാണ്. അപ്പം ഇപ്പോൾ കാര്യമായിട്ട് ഫുഡ് അടി മാത്രമേ ഉള്ളൂ. ഇന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. 95-96 ഒക്കെ ആയിട്ടുണ്ട്. 96 വരെ ഞാൻ വെയിറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വെയിറ്റ് മെഷീൻ കേടായതുകൊണ്ട് പിന്നെ നോക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല ഒരു 100-ലേക്കുള്ള ഓട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്താ ഒരു തരം ഒരു ക്രേവിങ്സും ഫുഡിനോടുള്ള സംഭവങ്ങളൊക്കെയാണ്. പീരീഡ്സ് റെഗുലർ അല്ലാത്തതിനും അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സും ആകെക്കൂടെ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പീരീഡ്സൊക്കെ നിൽക്കാനാവാവുന്ന ടൈം ആയല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, അതിൻ്റേതായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്ന് തുത്തും ഒക്കെ ഉമ്മയൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തായാലും അതൊക്കെ ഒന്ന് കൺട്രോൾ വരുത്തണം. മഞ്ചേരിയിൽ പോയി 2 ദിവസം നിൽക്കാനുണ്ട്. 2 ദിവസം നിൽക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന രാത്രിക്കത്തെ ഫുഡാണ് ഇപ്പോൾ ആ കഴിക്കുന്നത്. നിങ്ങൾ കണ്ടതിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നീനും ഷാളിങ്ങനെ ഇട്ട് കുത്തി ഇതിങ്ങനെ ചെയ്തപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുറേ കാലം എൻ്റെ കുട്ടീനെ ഇങ്ങനെ കണ്ടിട്ട് പണ്ട് സ്കൂളിലും ഒക്കെ പോണ സമയത്തോള് ട്യൂഷനൊക്കെ പോകുമ്പോൾ അതാ ഇങ്ങനെ ചിറ്റി കെട്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ സ്കൂളിൽ പോകുന്ന ആ ടൈമിലൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഭംഗി തോന്നി. അത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. മക്കൾക്ക് പോരാൻ തീരെ താല്പര്യമില്ല. അതായത് ഞങ്ങളെ പറഞ്ഞേക്കാൻ എന്നാഞ്ഞ് വരിക എന്നാണ് റെയിനുട്ട് അങ്ങനെ ചോദിക്കണത് കേട്ടോ. കാരണം ഇതുമ്മു കളിക്കാനുണ്ടാകുമ്പോൾ എനിക്കൊരു വേറെ വൈബാണ്. ഇതുമ്മുൻ്റെ ഡ്രസ്സിൽ ആ ഒരു ചായക്കറ നിങ്ങൾ കാണുന്നുണ്ടാവും. മേത്തൊക്കെ കുറച്ച് ചായക്കറ ഇടാതെ അവിടുന്ന് നമ്മളെ സിനിമയിൽ നിന്ന് ചിന്തിയതാണ് ചായയാണ് കേട്ടോ. ഏതാ റെയിനുട്ട് എന്നോട് എന്നാ വരിക എന്നൊക്കെ ചോദിച്ചിൻ്റെ അടുത്ത് നിന്ന് പോണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ കുറച്ചൊരു 5 മിനിറ്റ് കൊണ്ട് പിന്നെ ഇറങ്ങിയ ആദ്യം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സിറ്റ് ഔട്ടിൽ ഇറങ്ങണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്ത് ഇറങ്ങണമെങ്കിൽ ടൈം എടുക്കും. ഈ കോപ്രായങ്ങളൊക്കെ സഹിച്ച് നിൽക്കുന്ന എൻ്റെ കെട്ടിയവനെ സമ്മതിക്കണം അല്ലേ. മൂപ്പർ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അറിയാം അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ എന്ന് അറിയണത് കൊണ്ട് തന്നെ അതൊക്കെ സഹിച്ച് അവിടെ വണ്ടിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ.
യാത്രയപ്പം ടാറ്റ പറച്ചിലും കണ്ടാൽ ഏതോ ഇനി ഈ ഭാഗത്തേക്കേ ഇല്ല എന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കാം ശരിക്കും. പക്ഷേ നീനൂട്ടിക്ക് നാളെ പോകണമല്ലോ, അപ്പോൾ പോകാനുള്ളതുകൊണ്ട് ഓളെ പറഞ്ഞേക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നീതുമൂൻ്റെ മദ്രസൊക്കെ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ മഞ്ചേരി നിൽക്കാം കേട്ടോ. പക്ഷേ ഓളെ നീനുവിനെ നല്ല രീതിയിൽ പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് 2 ദിവസം നിൽക്കാൻ വരാനായിട്ട്. 2 ദിവസം മഞ്ചേരി വന്ന് നിന്ന് പോയിട്ട് വേണം എനിക്ക് എൻ്റെ ഡയറ്റൊക്കെ ഒന്ന് പഴയതുപോലെ സ്റ്റാർട്ടാക്കാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞതാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് മോളുവിനെ കിട്ടിയില്ല കേട്ടോ. മറ്റേ ഓൾ ഇതുവരെ ഉണ്ടായിരുന്നു, പക്ഷേ സിനിമ കാണാനും വീട്ടിൽ വരാനൊന്നും മോളുവിനെ കിട്ടിയില്ല. ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ. ഏതായാലും ഒരു വിധം എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഞങ്ങളെയും വിളിച്ച് കൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ഇനി അവിടെ എത്തിയിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോവുക, കിടന്നുറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചെന്നാൽ ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് രാത്രിക്കത്തെ ഫുഡുമ്പോൾ പിന്നെ ഞാൻ കുറേ പറഞ്ഞു പൊറോട്ട എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ മാഞ്ഞൊന്ന് നിങ്ങൾ വർത്താനം പറഞ്ഞ് ഇരിക്കുക, അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇമ്മ നിറയെ ഒരു 5 മിനിറ്റ് മതി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ, ഇപ്പോൾ പൊറോട്ട ഒന്ന് ഓർഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇമ്മ ഒരു 10 മിനിറ്റ് കൊണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തി. വന്നവിടെ താക്കോലൊക്കെ ആയിട്ട് നീനും ഓടിപ്പോയി, വാതിലൊക്കെ തുറന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുമ്മുൻ്റെ ഡ്രസ്സുമ്മിലുള്ള ചായ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ കൊണ്ടുപോയിടട്ടെ, അത് അല്ലെങ്കിൽ കറ പിടിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.